ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ഫുൾ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്, കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഏകദേശം 6 മന്ത്സ് ആയിട്ടുണ്ട് ഫുൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അങ്ങനെ നമ്മൾ ബെഡെല്ലാം റെഡിയാക്കി സെറ്റാക്കി, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. അപ്പോൾ നമ്മുടെ ടേബിൾ ആകെ അലമ്പായിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോളേജിലത്തെ ഇൻറ്റേർണൽ മോഡൽ എക്സാമും എല്ലാം ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഒരുപാട് അസൈൻമെൻറ്റ്സ് ഒക്കെ തീർക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം ടേബിൾ കൂടെ ഇരുന്നു, അതാണ് ഇത്രയും അലമ്പായി കിടക്കുന്നത്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാനും എടുക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഈ ടേബിൾ കാണുന്നത്. അപ്പോൾ നമുക്ക് കോളേജ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എണീക്കാൻ തന്നെ ലേറ്റായി, കാരണം കോളേജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളപ്പോൾ ലഞ്ചിന് നമ്മൾ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതരിഞ്ഞ് നമ്മൾ മാങ്ങ ചമ്മന്തിക്കുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇമ്മ കുറേ നേരമായി പറയുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് സഹായിക്കാൻ. അങ്ങനെ ഞാൻ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ മാങ്ങ മുറിക്കുന്നത് പേടിയോടുകൂടിയാണ്, കാരണം നല്ല മുറിച്ചുള്ള കത്തിയായിരുന്നു. ഇമ്മ കത്തി മുറിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ മുറിക്കൽ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ മാങ്ങാ ചമ്മന്തിക്കുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു, രസവും ചോറും മാങ്ങാ ചമ്മന്തി, അതുപോലെ കോളിഫ്ലവർ പൊരിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ പഠിക്കാനിരുന്നു. അടുത്ത ആഴ്ച സെം എക്സാം ആണ്. അപ്പോൾ ഫസ്റ്റായിട്ട് എൻ്റെ മേജറായിട്ടുള്ള സൈക്കോളജി തന്നെ പഠിക്കാൻ തുടങ്ങി കേട്ടോ. അതും ഫസ്റ്റ് മൊഡ്യൂൾ ഏകദേശം 4 മൊഡ്യൂളൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഓരോന്ന് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാനുള്ള മെയിൻ മടി എന്ന് പറഞ്ഞാൽ ഈ കോളേജിലേക്ക് പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ സമയമില്ല കേട്ടോ. പിന്നെ അന്നത്തെ എന്തെങ്കിലും എഴുതാനുണ്ടാവും, പഠിക്കാനുണ്ടാവും, അല്ലെങ്കിൽ മിക്കവാറും ദിവസങ്ങൾ അസൈൻമെൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ സെമിനാർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞ് പോകും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും എന്നുള്ള സമയം ഉണ്ടാവാറില്ല. അപ്പം ഞാൻ ഏകദേശം യൂട്യൂബ് തുടങ്ങിയിട്ട് 1 കൊല്ലം ആവാറായിട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ഗോൾസൊക്കെ ഉണ്ടായിരുന്നു, 1 കൊല്ലം ആകുമ്പോഴത്തേനും നമുക്ക് മോണിറ്റൈസേഷനൊക്കെ ആക്കണമെന്ന്. പക്ഷേ എന്നെക്കൊണ്ട് അത് സാധിക്കുന്നില്ല, കാരണം ടൈമില്ല എനിക്ക്. പിന്നെ ഞാൻ എങ്ങനെയും വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോഴാണ് എൻ്റെ ഫോണ് കേടുവന്ന് പോയത്. അപ്പോൾ എനിക്ക് വീഡിയോസ് അതുപോലെ എഡിറ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനൊന്നും പിന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ചേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ സമയം കിട്ടുമ്പോഴെല്ലാം ഷൂട്ട് ചെയ്ത് വീഡിയോ ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിക്ക് മാക്സിമം ചേഞ്ചസ് എല്ലാം വരുത്തി ഏകദേശം എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയെല്ലാം ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും താഴെ കമൻറ്റ് ചെയ്യാം, ഇനി നമ്മൾ എങ്ങനെയൊക്കെ വീഡിയോസ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം എന്നൊക്കെ. പിന്നെ നമ്മുടെ പഠിത്തമെല്ലാം കഴിഞ്ഞ് നമ്മൾ സെൽഫ് കെയർ ടൈമിലോട്ട് പോയി. അപ്പോൾ നമ്മൾ കുറച്ച് റീസെൻ്റായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന സാധനങ്ങളാണ് കേട്ടോ. ഈ പാരച്യൂട്ടിൻ്റെ റോസ്മേരി ഓയിൽ, അതുപോലെ സ്കാൽപ്പ് മസാജർ, ബോഡി വൈസിൻ്റെ ഫേസ് റേസറൊക്കെ ഞാൻ ഈ അടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ബാക്കിയെല്ലാം ആദ്യം ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.